അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റല്ല. അത് മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചെടുത്തത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ പാർട്ടി വിലയിരുത്തലായിട്ട് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിൽ തിരിച്ചടിയായി എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അവിടെ വായിച്ചത് തിരിച്ചടിയായി എന്നുള്ളതാണ്. അതേസമയം ഞാൻ എത്രയോ തവണ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ തന്നെ CPIM ഒരിക്കലും പമ്പയിൽ ഇതുപോലൊരു അയ്യപ്പ സംഗമം നടത്താൻ പാടില്ല എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ 1, 2, 3 തവണ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കാരണം CPM പോലൊരു പാർട്ടി നടത്തേണ്ട ഒരു പരിപാടിയല്ല അയ്യപ്പ സംഗമം പോലുള്ള നിലപാടുകൾ. അത് CPM കുറച്ചുകൂടി പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു. അതിലാണല്ലോ വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിൽ കയറ്റി എന്നുള്ള വിവാദം ഉയർന്നത്. അതെന്തോ ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ വാഹനത്തിൽ ഇരുത്തിയേ എന്നൊക്കെ പറയാം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശങ്ങളിലുമൊക്കെ തന്നെ പാർട്ടി ഒരു കാലത്തും ശക്തമായി വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഈ മുസ്ലിം വിരുദ്ധ പരാമർശം മാത്രമാണോ CPIMൻ്റെ 2024 തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ടുള്ള പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട്? അതിപ്പോൾ വെബ്സൈറ്റിൽ കിട്ടും. CPMൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. ആ റിപ്പോർട്ടിൽ തന്നെ എന്താണ് കേരളത്തിൽ SNDP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി CPIM വിലയിരുത്തിയിട്ടുണ്ട്.